കുലയൊക്കെ കഴിഞ്ഞതിന് ശേഷം ഫസ്റ്റ് തന്നെ ചെയ്തത് കുറച്ച് ഡ്രസ്സൊക്കെ നമുക്ക് അയലും ഇടലുണ്ടായിരുന്നു എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ തോരട അങ്ങനെയാണ് നമ്മൾ മലപ്പുറത്തൊക്കെ പറയാറുള്ളത് കേട്ടോ. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ഫുഡ് അടിയൊക്കെ കഴിഞ്ഞതിന് ശേഷം നമുക്ക് കുറച്ച് കൊറിയേഴ്സ് ഒക്കെ അയക്കാനുണ്ടായിരുന്നു. അങ്ങനെ ഡ്രസ്സൊക്കെ മാറ്റി അങ്ങനെ അതൊക്കെ DTDCയിലും പോസ്റ്റിലൊക്കെ കൊടുത്തതിന് ശേഷം നേരെ പോയത് വീട്ടിലേക്കാണ് കേട്ടോ. ഇവൻ വിളിച്ച് ശല്യപ്പെടുത്താം എന്തിനെന്നറിയാം, ഈ ഒരു വാച്ച് ബിന്ദി വാങ്ങിക്കൊടുത്ത് അത് ഞങ്ങളെ കാണിക്കാൻ വേണ്ടിയില്ല പട്ടിഷോ നിൽക്കാതെ വിളിക്കാനുണ്ടെന്ന് വാ ഇതൊന്ന് കാണിച്ചു തരാമെന്നും പറഞ്ഞങ്ങാണ്ട്. പിന്നെ ഇവൻ വിചാരിച്ച അവനക്ക് അതുപോലെ നടക്കണം. അങ്ങനെ ഞാനും ബാബും കൂടി വൈകുന്നേരം ടൈം ആയപ്പോഴത്തേനും വീട്ടിലെത്തിയിട്ടുണ്ടായിരുന്നു. ഞങ്ങളെയും കാത്ത് ഇമ്മ കൊലയമ്മ തന്നെ ഉണ്ടായിരുന്നു കേട്ടോ. ഷാനു പിന്നെ ഒരു കല്യാണത്തിനോ ഏതോ ഫ്രണ്ടിന്റെ കല്യാണത്തിനൊക്കെ പോയിങ്ങാണ്ട് തൃശ്ശൂരിലായിരുന്നു. ഞങ്ങൾ വന്ന ടൈമിൽ ഉണ്ടായിരുന്നു, പക്ഷെ നമ്മൾ പോകുന്ന ടൈമിൽ അവിടെ ഉണ്ടായിരുന്നില്ല. ഓൻ പിന്നെ വേറെ എന്തൊക്കെ ഓൻ്റെ സർട്ടിഫിക്കറ്റ് അങ്ങനെ എന്തൊക്കെ സംഭവങ്ങളൊക്കെ നോക്കിയതിനെ തിരക്കിലായിരുന്നു കേട്ടോ. പിന്നെ അങ്ങനെ നമ്മൾ പോരാൻ നേരത്തുമ്പോൾ നല്ല നെയ്ച്ചോറും ചിക്കൻ കറിയൊക്കെ ഉണ്ടാക്കി തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതിനും ബിന്ദി ഗുഹയെന്ന് പുറത്തിറങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. എന്തോ പറഞ്ഞ് ചിരിക്കുകയാണ്. ഇവൻക്കാണെങ്കിൽ ആദ്യമൊക്കെ വീഡിയോ വരാൻ ഭയങ്കര മടിയായിരുന്നു, പക്ഷെ മൂപ്പരാൾക്ക് ഇപ്പോൾ ഒരു യൂട്യൂബ് ചാനലൊക്കെ ഉണ്ട്. എനിക്കൊന്നാമത് പപ്പടം ഫുഡിനും കൂടെ കഴിക്കണ ഇഷ്ടമല്ല കേട്ടോ, കാരണം പുണ്ണിൻ്റെ ചെറിയൊരു പ്രോബ്ലം എനിക്കുള്ളതുകൊണ്ട് തന്നെ